കർത്താവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിക്കുന്ന ഈ നോമ്പുകാലത്ത് അവിടെ നിന്ന് അനുഭവിച്ച വേദനാജനകമായ നിമിഷങ്ങൾ അനുസ്മരിക്കുന്നതിനോടൊപ്പം ആ വേദനകൾ ഏറ്റെടുത്ത കുറച്ച് വ്യക്തികളെ കൂടി നമുക്ക് നോക്കാം. പഞ്ചക്ഷതങ്ങൾ എന്ന പദം എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശരീര അടയാളങ്ങൾ അല്ലെങ്കിൽ വേദനകൾ കൈകളിലും കാലുകളിലും ഹൃദയത്തിനടുത്തും ചിലപ്പോൾ തലയിലും അല്ലെങ്കിൽ തോളുകളിലും കാണുന്ന ഇത്തരം അടയാളങ്ങളെയാണ് പഞ്ചക്ഷതങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തോട് അഗാധമായ ബന്ധമുള്ളവർക്കാണ് പഞ്ചക്ഷതങ്ങൾ ദൃശ്യമാകുന്നത്. ഈ മുറിവുകൾ ആ വ്യക്തിയിൽ താൽക്കാലികമായോ സ്ഥിരമായോ കാണുന്നു. പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണപ്പെടണമെന്നില്ല. പഞ്ചക്ഷതധാരികളായ എല്ലാവർക്കും ഈ 5 മുറിവുകളും കാണണമെന്നില്ല. ഈശോയുടെ പീഡാനുഭവം അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ചകളിലോ ദുഃഖ വെള്ളിയാഴ്ചകളിലോ ആണ് പഞ്ചക്ഷതങ്ങൾ വ്യക്തികളിൽ പ്രകടമാകുന്നത്. സഭ വിശദമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇവ അംഗീകരിക്കുന്നത്. ആദ്യത്തെ പഞ്ചക്ഷതധാരി സെന്റ് ഫ്രാൻസിസ് അസീസി ആയിരുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാൻ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്നു. 1224 വിശുദ്ധ കുരിശിന്റെ തിരുനാളിൽ ക്രൂശിതനായ ഈശോ തന്നെ ആലിംഗനം ചെയ്യുന്നതായി വിശുദ്ധ ഫ്രാൻസിസിന് ഒരു ദർശനം ലഭിച്ചു. ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ കാണപ്പെട്ടു. ദൈവിക കൃപയുടെ ഈ അടയാളം മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കൈകൾ തൻ്റെ ഉടുപ്പ് കൊണ്ട് മൂടുകയും കാലിൽ ഷൂസും സോക്സും ധരിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലെ മാറ്റവും ശാരീരിക കഷ്ടപ്പാടുകളും സഹപ്രവർത്തകർ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതങ്ങൾ കാണുകയും ചെയ്തു. ഒടുവിൽ തൻ്റെ സഹപ്രവർത്തകരുടെ ഉപദേശപ്രകാരം അദ്ദേഹം പഞ്ചക്ഷതങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തി. ആറു വയസ്സുള്ളപ്പോൾ മുതൽ നിഗൂഢമായ അനുഭവങ്ങളും ദർശനങ്ങളും നേടിയിരുന്ന സിയന്നയിലെ വിശുദ്ധ കാതറിനും പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു. 1375 ഫെബ്രുവരിയിൽ പിസ സന്ദർശിക്കുമ്പോൾ വിശുദ്ധ കാതറിൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കുർബാന സ്വീകരിച്ച ശേഷം കുരിശു രൂപത്തെ നോക്കി അവൾ ആഴമായി ധ്യാനിച്ചു. പെട്ടെന്ന് കുരിശിൽ നിന്ന് 5 ചുവപ്പ് രശ്മികൾ വന്ന് അവളുടെ കൈകളിലും കാലുകളിലും തുളച്ചു കയറി. വലിയ വേദന അനുഭവപ്പെട്ട അവൾ ബോധരഹിതയായി. ആ സമയം മുതലാണ് വിശുദ്ധയ്ക്ക് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചത്. പക്ഷേ അവളുടെ മരണം വരെ അത് അവൾക്ക് മാത്രമേ ദൃശ്യമായിരുന്നുള്ളൂ. ഏറ്റവും പ്രശസ്തനായ പഞ്ചക്ഷതധാരി പാദ്രെ പിയോ ആണ്. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ മുതൽ ദർശനങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. 1910 പുരോഹിതനായി അഭിഷിക്തനായി. 1918 ഓഗസ്റ്റ് 5 പാദ്രെ പിയോയ്ക്ക് ഒരു ദർശനം ലഭിച്ചു. ആ ദർശനത്തിൽ ഒരു കുന്തം കൊണ്ട് തന്നെ കുത്തിയതായി തോന്നി. പിന്നീട് കുന്തത്തിന്റെ മുറിവ് അദ്ദേഹത്തിൽ കാണപ്പെട്ടു. 1918 സെപ്റ്റംബർ 20 കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് കർത്താവിൻ്റെ മുറിവുകൾ കൈകളിലും കാലുകളിലും ലഭിച്ചു. ഈ മുറിവുകൾ ഒരിക്കലും ഉണങ്ങുകയോ പഴുക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ രക്തത്തിൻ്റെ ഗന്ധത്തിന് പകരം ഒരു മധുരഗന്ധം അദ്ദേഹത്തിൻ്റെ മുറിവുകളിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. സ്വർഗീയ കാരുണ്യത്തിൻ്റെ അപ്പസ്തോലിക എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കർത്താവിൻ്റെ മുറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദൈവവുമായുള്ള അവളുടെ ഐക്യത്തിൻ്റെ അടയാളമായി അവൾക്ക് അദൃശ്യമായ പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു. കർത്താവിൻ്റെ നിരന്തരമായ വെളിപ്പെടുത്തലുകൾക്കിടയിലും കർത്താവിൻ്റെ കരുണയെ ലോകം മുഴുവൻ അറിയിക്കുമ്പോഴും അദൃശ്യമായ പഞ്ചക്ഷതങ്ങൾ അവൾ വഹിച്ചിരുന്നു. പുറമെ മുറിവുകൾ കാണപ്പെട്ടില്ലെങ്കിലും അസ്ഥി തുളയും വിധത്തിലുള്ള വേദന ഫൗസ്റ്റീനയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ തൻ്റെ സഹനങ്ങളെപ്പറ്റി വിശുദ്ധ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ റീത്തയ്ക്ക് തൻ്റെ മരണത്തിൻ്റെ 5 വർഷം മുമ്പ് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു. വിധവയായതിനാൽ 2 ആൺമക്കളെയും നഷ്ടപ്പെട്ട ശേഷം റീത്ത കാസിയയിലെ വിശുദ്ധ മേരി മഗ്ദലേനയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. ക്രൂശിതനായ കർത്താവിനോട് ആഴമായ ഭക്തി ഉണ്ടായിരുന്ന റീത്തയുടെ നെറ്റിയിൽ കർത്താവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ മുറിവുകൾ ദൃശ്യമായിരുന്നു. 14-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ 300-ലധികം പേർക്ക് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 60 പഞ്ചക്ഷതധാരികളെ സഭ വണക്കത്തിനായി ഉയർത്തിയിട്ടുമുണ്ട്.